ഒരു അത്ഭുത ബാലനെ പരിചയപ്പെടുത്തുകയാണ് പത്തനംതിട്ടയിൽ നിന്ന് ശ്രീകുമാരൻ. പന്തളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന് മുന്നിൽ നിന്ന് ഇടയ്ക്ക കൊട്ടി സോപാന സംഗീതം ആലപിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ശിവഹരിയെ തേടിയാണ് പത്തനംതിട്ട റൈഡിംഗ് ടീം പോകുന്നത്. അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങൾ കാണാം. അങ്ങനെ നമ്മൾ ആ വൈറൽ പ്രതിഭയെ കണ്ടെത്തിയിരിക്കുകയാണ്. ആ വൈറൽ പ്രതിഭ നമ്മോടൊപ്പം ഉണ്ട്. ശിവഹരി, പന്തളം മഹാദേവ ക്ഷേത്രത്തിലെ ശിവഹരിയുടെ ആ ഒരു ഇടയ്ക്ക കൊട്ടി സോപാന സംഗീതം പാടുന്ന ദൃശ്യങ്ങളാണ് വൈറലായത്. എന്തായാലും ശിവഹരിയുടെ അച്ഛൻ ശ്രീ രാജേഷ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സ്ഥിരമായിട്ട് അമ്പലത്തിൽ അവൻ പാടുന്നുണ്ട്. പറ്റുന്ന ദിവസങ്ങളിലൊക്കെ വരും. ഒരു സോപാനം പാടുന്ന ഒരു ആളും കൂടെ ഉണ്ട്, കലാപീഠം ശ്യാംകുമാർ എന്ന് പറയുന്ന ഒരാൾ. അദ്ദേഹം ഉള്ളപ്പോഴും പാടും, അദ്ദേഹം ഇല്ലാത്തപ്പോൾ എന്നെ ഏൽപ്പിച്ചേക്കുവാണെന്നും പറഞ്ഞ് അദ്ദേഹം അങ്ങനെ പോയി പാടും. ഒരു തൊഴാൻ വന്ന ഒരു ചേട്ടനാണ് ഇത് വീഡിയോ എടുത്തതും. അദ്ദേഹം ഇത് വീഡിയോ അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിലിടുകയും അത് വൈറലായി. അതിനുശേഷമാണ് നമ്മളിത് അറിയുന്നത്, ഇത് ഇത്രയും വൈറലായ കാര്യങ്ങൾ പോലും. ബഹ്റൈൻ ഒരു സോപാന ഇതിൻ്റെ സംഘടനയുണ്ട്, അവരുൾപ്പെടെ എല്ലാവരും ഇതിനെ കമൻറ്റ് ചെയ്തു. അതിലുപരി നമ്മുടെ ഞരളത്ത് ഹരിഗോവിന്ദൻ ചേട്ടൻ ഇദ്ദേഹത്തിന് കുഞ്ഞിൻ്റെ പാട്ട് കേട്ടിട്ട് ഇതൊരു വല്ലാത്ത സ്പാർക്ക് എന്ന് മാത്രം ഒറ്റ വാക്കിൽ അതിനെ കമൻറ്റ് ചെയ്തു. പറക്കോട് തങ്കപ്പമാരാശാൻ അതുപോലത്തെ പ്രഗത്ഭരെല്ലാം കണ്ടിട്ട് ഇതിനെ നല്ല രീതിയിൽ പ്രശംസിക്കുകയുണ്ടായി. ഇപ്പോൾ പാടിയതും കൊട്ടിയതും ഒന്നും ആരും പഠിപ്പിച്ചതല്ല. കൊച്ചിലെ മുതൽ സോപാന സംഗീതമായിരുന്നു. അതും ഹരിപ്പാട് അഖിലശന്ത് എന്ന് പറയുന്ന ഒരു ആളിൻ്റെ പാട്ട് മാത്രമേ കേൾക്കുകയുള്ളായിരുന്നു. ബാക്കിയൊക്കെ നമ്മൾ വെച്ചു കൊടുത്താൽ അതൊക്കെ മാറ്റാൻ പറയുമായിരുന്നു, കൈ കൊണ്ട് കാണിക്കും. ആ പാട്ട് വെച്ച് കൊടുത്ത് നമ്മൾ തൊട്ടിയിൽ മെല്ലെ ആട്ടും. 2 തവണയൊക്കെ ആവർത്തിയാകുമ്പോഴത്തേക്കും ആളുറങ്ങും. എഴുന്നേറ്റ് വന്നാലും വീണ്ടും ഇത് തന്നെയാണ് അദ്ദേഹത്തിന്. അങ്ങനെ കേട്ട് തന്നെത്താനെ ആ വരികളെല്ലാം സംസാരിച്ച് തുടങ്ങിയപ്പോൾ തൊട്ട് പാട്ട് പാടാൻ തുടങ്ങി. വളരെ സന്തോഷം തോന്നി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പാടാൻ അറിയില്ല. മോൻ പാടുന്ന കണ്ടപ്പം വളരെ സന്തോഷം. എങ്ങനെ പറ്റുന്നു എന്നുള്ളത് എല്ലാം ഭഗവാന്റെ അനുഗ്രഹം. ഇനി വലുതാകുമ്പോൾ കൊട്ട് പഠിക്കണോ? സോപാന സംഗീതം പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഇപ്പം നമ്മൾ ഈ ഹരിപ്പാട് അഖിലശന്ത് തന്നെ ഇങ്ങോട്ട് പറഞ്ഞിട്ട് നമ്മൾ ഒരു 2-3 മാസമായിട്ട് വന്ന് ക്ലാസ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്.
ശോഭനമായൊരു ഭാവി ഈ കുഞ്ഞിൽ കാണുന്നുണ്ട്. നന്നായി വരട്ടെ, നന്നായി വളരട്ടെ. സഞ്ജയ് ഇക്ബാലിനും അഭിലാഷ് കൈതമണ്ണിനും ഒപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. അപ്പോൾ അതാണ് മിടുക്കൻ ശിവഹരിയുടെ വിശേഷങ്ങൾ. ഒറ്റയ്ക്കാണ് ഇത്തരം പാട്ടുകളൊക്കെ പഠിച്ചെന്ന് പറയുമ്പോൾ വലിയ അത്ഭുതമാണ്. അപ്പോൾ വലുതാകുമ്പോൾ ഒരു വലിയ സംഗീതജ്ഞനായി മാറട്ടെ ശിവഹരി, നമുക്ക് ആശംസിക്കാം അല്ലേ.